Welcome to the world of YouTubers and you're watching Ragesh Narayanan and Savan Rag. അല്ലേ ഈ ബൾബ് വെള്ളത്തിൽ പൊന്തിക്കിടക്കുവോ അതോ താഴുവോ നോക്കാം. സാവൻ അറിഞ്ഞാൽ അവിടെ വെള്ളത്തിലെത്തില്ല. പൊന്തിക്കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കുളം. കഴിഞ്ഞ വർഷത്തിൻ്റെ മുന്നത്തെ വർഷം നേരെയാക്കിയ കുളമായിരുന്നു. നിർഭാഗ്യവശാൽ കുരങ്ങന്മാർ ചാടിയിട്ടും, അതായത് മഴയുടെ അതികാഠിന്യം കൂടിയിട്ടും ഈ കുളപ്പേരയും എല്ലാം കൂടി പൊളിഞ്ഞു വീണു. ഇവിടെ ഒരു മോട്ടർ പമ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കറണ്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും പൊട്ടിപ്പാളീസായി. പക്ഷേ അടുത്ത വർഷം നമ്മൾ കുളം നേരെയാക്കും. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം, അടുത്ത കൊല്ലാവട്ടെ. ഇന്നലെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഫുള്ള് ചതുപ്പ് പോലെ പൂപ്പലും സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇന്ന് തെളിഞ്ഞ വെള്ളം വരുന്നുണ്ട്. ക്ലീൻ ആക്കി അവരല്ലേ സാവൻ? എന്തേ ചപ്പിളി ഇളകി? അത് പക്ഷിയാണ്, കൊറ്റി. ഇതേ കൊറ്റി കൊക്കെന്നും പറയും, കൊറ്റിന്നും പറയും. ഇതേത് വിഭാഗത്തിൽ പെടണമെന്ന് എനിക്കറിയില്ല. കുപ്പികളോ? കുട്ടിക്കാലത്തൊരു എനിക്ക് 5, 6, 7 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ റബ്ബർ ഷീറ്റ്, ഞങ്ങൾക്ക് അന്ന് റബ്ബറുണ്ട്, റബ്ബർ ഷീറ്റ് അടിക്കാൻ ഈ ഭാഗത്ത് ഇവിടെ ഒരു മതിൽ പോലെ കാണില്ലേ, ഇതിൻ്റെ മുകളിലൊരു വീടുണ്ടായിരുന്നു. ഒരു വീടും അതുപോലെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൽ അവിടെ മാത്രമേ നമുക്ക് റബ്ബർ ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇതിലിങ്ങനെ കയറിയിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. വഴിയൊന്നും ഓർമ്മയില്ല. പറയുമ്പോൾ 90ൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ. അപ്പോൾ സാവൻ അതിങ്ങനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അല്ലേ സാവൻ? സമയം ഉച്ച കഴിഞ്ഞ് 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. വിശപ്പ് ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്തൊരു അർജൻറ്റ് പ്രോഗ്രാം ആണെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടേ അതിന് അടുത്ത പ്രോഗ്രാമിലേക്ക് ഞാൻ പോകുള്ളൂ. കാരണം വേണ്ടത്ര സംസാരിക്കാനും കാര്യങ്ങൾ നല്ലപോലെ ചെയ്യാനും ഭക്ഷണം അത്യാവശ്യമായതുകൊണ്ട് ഭക്ഷണമില്ലാതെ വയ്യ. ഏത് വർക്കാണെങ്കിലും ഭക്ഷണത്തിന് ബ്രേക്ക് എടുക്കാറുണ്ട്. യാത്രയാണെങ്കിലും ഡബ്ബിംഗ് ആണെങ്കിലും മിക്സിംഗ് ആണെങ്കിലും ഇനി വേറെ എന്തായാലും ഭക്ഷണം അറ്റ്ലീസ്റ്റ് വിശപ്പ് മാറ്റാൻ. ഇത് ആവശ്യമില്ലാത്ത സാധനമാണ്. ഇത് സ്വാദിൻ്റെ മുകളിൽ കഴിക്കുന്ന സാധനമാണ് ഉള്ളിവട. ഇതിൽ പേരിനുള്ളിയുണ്ട്, പിന്നെ കടലമാവാണ്, പിന്നെ വെളിച്ചെണ്ണ ഇല്ലാനുള്ള കാര്യം ഉറപ്പാണ്, മുളകുണ്ട്, സ്വാദുണ്ട്, അതുപോലെ ചായ. ഇതൊക്കെ ഒരു വിശപ്പ് മാറാൻ താൽക്കാലിക ശമനത്തിന് വേണ്ടി. ഇനിയിപ്പോൾ ഊണ് കഴിക്കാൻ വേണം, വീട്ടിലേക്ക് പോകണം. മനുഷ്യന് വേണ്ടുന്ന 3 അടിസ്ഥാന കാര്യങ്ങളാണല്ലോ: ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. അങ്ങനെയാണല്ലോ. ഭക്ഷണം അധികം വണ്ടിയിൽ തന്നെ കഴിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. ഇന്നത്തെ കാര്യമില്ല പറഞ്ഞോട്ടോ, ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ കഴിക്കാം. അധികം വണ്ടികളൊന്നും വരാത്ത സ്ഥലത്താണ് ഞാനുള്ളത്. എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വന്നിട്ടില്ല, ഞാൻ ആദ്യമായിട്ട്. അത് ഈ പക്ഷേ ഒന്നുമല്ലാത്ത നേരത്തായിപ്പോയി. കുറച്ച് നേരത്തെ വന്നാൽ തൊഴിലും ചെയ്യായിരുന്നു.